ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. സർവപാപഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, തമസ്സിനെ, ഇരുട്ടിനെ അകറ്റുന്ന, ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ഭാസ്കരനെ ഞാൻ പ്രണമിക്കുന്നു. കശ്യപഗോത്രത്തിൽ പെട്ട ആ മഹത്തായ ആ തേജസ്സിനെ ഞാൻ ആരാധിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. മിഥുനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും സൂര്യൻ മിഥുന രാശിയിലേക്ക് വന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സമശശിസുത, ശശിപുത്രനായ ബുധൻ സമനാണ്. പക്ഷെ ബുധനെ സംബന്ധിച്ചോളം സമത്വമല്ല. ഏതായാലും ഈ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ജ്യോതിഷികൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനു കുളീരസ്ഥിതേ. വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകും. കുളീര ഭാനവും, ഭാനു സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഏതായാലും നല്ല ഫലമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഏതായാലും ഈ സൂര്യൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി 32 ദിവസമായി ഇടവൻ രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലാണ്. വിശേഷിച്ച് ശുഭഫലങ്ങളൊന്നും ആ സൂര്യൻ ചെയ്യില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മിഥുന രാശിയിലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കും. ഉദാഹരണമായി എൻ്റെ രാശി വൃശ്ചികൻ രാശിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. എനിക്ക് കർമ്മമേഖലയിലും അല്ലെങ്കിൽ രാജകോപം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു മാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ കർമാധിപനാണ്. കർമാധിപനായ ബുധൻ വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സവിസ്തരം നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമസ്തേ. പുണർതം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അവരുടെ 2ാം ഭാവാധിപനായി. കർക്കിടക രാശിയുടെ 2ാം ഭാവം ചിങ്ങമാണ്. ചിങ്ങൻ രാശിയുടെ അധിപനായി നിൽക്കുന്നത് എവിടെയാണ്? 12ാം ഭാവത്തിലാണ്. 12ാം ഭാവം ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളവും പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളവും നല്ല ഭാവമല്ല. 12ൽ ആദിത്യൻ വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? പതിതസ്തുരിഭേ, വീഴ്ച സംഭവിക്കുമെന്നാണ്. വീഴ്ചയുണ്ടാകും. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്ര നല്ലതല്ല. കർക്കിടക രാശി നിശാരാശിയാണ്. ഗോജാശി കർക്കി മിഥുന സമൃഗ നിശാത്യ, രാത്രി രാശിയാണ്. അതിനാൽ അവിടെ 12ൽ ആദിത്യൻ വരുമ്പോൾ ഒരിക്കലും രാത്രി യാത്രക്ക് തുനിയരുത്. ഈ ഒരു മാസക്കാലം രാത്രിയിലൂടെ അപകടം വരും. ഇനി മഴക്കാലമാണ് വരുന്നത്, മരം വീഴുക റോഡിന്, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മുകളിൽ വീഴുക, ശാരീരികമായി തന്നെ കുളിമുറികൾ തെന്നി വീഴുക, ചെറിയ കുട്ടികൾ, വൃദ്ധ ദമ്പതികൾ, വൃദ്ധനായാലും വൃദ്ധയായാലും അവർക്കൊക്കെ വെള്ളത്തിലൂടെ അപകടം വരും. കർക്കിടക രാശി ജലരാശിയാണ്. ജലത്തിലുള്ള അപകടം, ഫ്രാക്ചർ ഉണ്ടാവുക, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക. വളരെയധികം ജാഗ്രത പാലിക്കണം കർക്കിടക രാശിക്കാർ. ഇവിടെ ജന്മം വ്യാഴവുമുണ്ട് കർക്കിടക രാശിക്കാർ. അതിനാൽ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. രവിർ ദ്വാദശേ നേത്രദോഷം കരോതി, ചമത്കാരി ചിന്താമണി. 12ൽ സൂര്യൻ വരുമ്പോൾ നേത്രങ്ങൾക്ക്, കണ്ണുകൾക്ക് രോഗമുണ്ടാകും. വിവക്ഷാഹവേ ജായദേശോ ജയശ്രീ, ചില കേസുകളിലൊക്കെ തനിക്ക് ജയിക്കാം. ധാരാളം കാശ് ചെലവാക്കേണ്ടി വരും. കാരണം ധനാധിപൻ വ്യയത്തിലാണ് നിൽക്കുന്നത്. ധാരാളം കാശ് ചെലവാക്കേണ്ടി വരും കേസിനൊക്കെ. സ്ഥിതിയലിപ്സിയാൽ ലീയതേ ദേഹദുഃഖം, തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശരീരത്തിൻ്റെ സുഖദുഃഖം നോക്കാതെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. പിതൃവ്യാപത, അച്ഛൻ മുതലായവർക്ക് ആപത്തുണ്ടാകും. സൂര്യൻ പിതൃകാരകനാണ്. ഹാനിരധ്വപ്രദേശേ, വഴിയിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടാകും. അതിനാൽ ജാഗ്രത പുലർത്തിയേ മതിയാവുകയുള്ളൂ. ആര്? കർക്കിടകൻ രാശിക്കാർ. ഇവിടെ നന്നായി തൻ്റെ വാഗ്പതിയായതുകൊണ്ട് നന്നായി ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. ആദിത്യ ഹൃദയ മന്ത്രവും ജപിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലം കർക്കിടക രാശിക്കാർക്ക് ആശീർവദിക്കുന്നു. നന്ദി, നമസ്തേ.